നിങ്ങളൊരു മന്തി ലവറാണ് ആണെങ്കിലേ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോയെ. നമുക്ക് എളുപ്പത്തിലൊരു മന്തി ഉണ്ടാക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ നമ്മളിതാ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവോള, മാഗി ക്യൂബ്, മല്ലിയില ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ നമ്മളിതാ ഒരു ബൗളിലേക്ക് അത് രണ്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കുറച്ച് തൈരും പിന്നെ കുറച്ച് ഉപ്പ്, മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളത് കഴിഞ്ഞ് നമ്മളൊന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്ലെങ്കിൽ ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഒരു വിസിലിന് വേവിച്ചെടുത്തു. പിന്നെ അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഒരുപാട് കിട്ടുകയെ നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ റൈസ് സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതാ ഈ സംഭവം ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് മസാല വേണം എന്നുള്ളവർ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനിതാ കുറച്ച് സൺഫ്ലവറൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെച്ച മസാല ഇല്ലേ അതും കൂടെ ചേർത്ത് വേണേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വേവിക്കാൻ നേരത്ത്. പിന്നെ ഇതാ നമ്മൾ പച്ചമുളകൊക്കെ കുത്തിക്കൊടുത്ത് ഒന്ന് സ്മോക്ക് ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവറിൽ നമ്മുടെ റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.